ഇത് മറിയ ചേട്ടാ. മറിയ ചേട്ടത്തെ ആശ്വസിപ്പിക്കുന്നത് കണ്ടോ? ഇനി മക്കള് ഇമാതിരി തെമ്മാടിത്തരവും തല്ലുകൊള്ളിത്തരവും കാണിക്കരുത്. അങ്ങനെങ്ങാനും കാണിച്ചാൽ തല്ലും തല്ലും. മനസ്സിലായോ? മറിയ ആശ്വസിപ്പിക്കാൻ കണ്ടോ? മറിയ അങ്ങനാടാ അവനെ. പൊട്ട്. ഓ ദേ നിന്റെ ആ കൂട്ടുകാരനെ വിളിച്ചു വരുത്ത്. നില്ല്, ഫോണ് വിളിക്കടാ. ഹലോ ജോണ, ഇത് ഞാനാ. നീ അത്യാവശ്യമായിട്ട് ലീലാവതി ചേച്ചിയുടെ വീട് വരെ ഒന്ന് വരണം. വളരെ അത്യാവശ്യമാ. ചേട്ടത്തി പ്ലീസ് പ്ലീസ് ചേട്ടത്തി, ഇവൻ എനിക്ക് വിട്ടുതരണം. ആയിക്കോട്ടെ, കൊച്ചിന്റെ ഒരു ആഗ്രഹമില്ലയോ? നടക്കട്ടെ, പോട്ടെ. അയ്യോ മക്കളെ, നോക്കി നടക്കുവായിരുന്നടാ. ഇതിനേക്കാൾ കുറച്ചുകൂടി എന്റെ തല്ലിന് തന്നെ കുമാര. ചേട്ടത്തി തല്ലുന്ന കണ്ടപ്പോ എനിക്ക് ശക്തി കിട്ടി. ചേട്ടത്തി കൊണ്ടുപോടാ, നിന്റെ ഗ്യാങ്ങിനെ കൊണ്ടുപോടാ. വീട്ടുകാര് തല്ലി വളർത്താത്ത മക്കളെ ഇതുപോലെ നാട്ടുകാരെടുത്തിട്ട് പെരുമാറും. കൗമാരക്കാർക്ക് ഇപ്പൊ ടെൻഷൻ, സമ്മർദ്ദം, മാനസിക പ്രശ്നം എന്നൊക്കെയാ പറയുന്നത്. അതിന്റെ റിയാക്ഷൻ ആണ് പോലും ഇങ്ങനെയൊക്കെ വഴിതിരിഞ്ഞു പോകുന്നത്. യഥാർത്ഥ പ്രശ്നം വേറെയാ, വളർത്തുദോഷം. വീട്ടില് നല്ല പെട കിട്ടാത്തതാ ഇവരുടെയൊക്കെ പ്രശ്നം. പഠിക്കാൻ മണ്ടന്മാരായ മക്കളെ കുറിച്ചാ ഇപ്പൊ അച്ഛനമ്മമാരുടെ വേവലാതി. IQ താണുപോയ മക്കളെക്കാൾ സമൂഹത്തെ മണ്ടന്മാരാക്കുകയും പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മക്കളെ കുറിച്ചാ രക്ഷകർത്താക്കള് പേടിക്കേണ്ടത്. ചേട്ടത്തി പ്രസംഗമായി പോകുന്നുണ്ട്. നല്ല പ്രസംഗങ്ങൾ കേൾക്കാത്തതിന്റെ കുഴപ്പമാ ഇപ്പൊ നമുക്ക് ചുറ്റും കാണുന്നത്. കാശുണ്ടാക്കാൻ വേണ്ടിയുള്ള പുതിയ തലമുറയുടെ ആർത്തി. കൂടാതെ സംഭവത്തിന് വേറൊരു വശം കൂടി ഉണ്ട്. കബളിപ്പിക്കലുകൾ, ക്രെഡിറ്റ് കാർഡുകൾ, മൊബൈൽ ഫോണുകൾ, വാഹനങ്ങൾ. കമ്പനി അറിയാത്ത കാര്യങ്ങളായിരിക്കും ക്യാൻവാസിംഗ് ഏജന്റുമാര് മുമ്പിൽ നിരത്തുന്നത്. അല്ലെങ്കിൽ ക്യാൻവാസിംഗ് ഏജന്റുമാർ അറിയാത്ത കാര്യങ്ങൾ കമ്പനി ഒളിച്ചു വെക്കും. കാശ് പോകുന്നത് സാധാരണക്കാരുടെ. അപ്പൊ എന്റെ കാശ്? എനിക്കും കാശ് കിട്ടാനുണ്ട്. മക്കളെ, എന്തുവാണ് നിന്റെ പേര്? അനില്. മക്കളെ അനിലേ, MD അല്ല, മറിയ ചേട്ടത്തിയാ ചോദിക്കുന്നത്. എവരുടെയൊക്കെ കാശ് നീ അങ്ങ് കൊടുക്കുവല്ലോ, അല്ലയോ മക്കളെ? മറിയ ചേട്ടത്തി ചോദിച്ചത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ MD ചോദിക്കാം. കൊടുക്കാം. ലീലാവതിയല്ല ഞാനാ എന്ന് വെച്ചാ നീയാ ഇതിനൊക്കെ ഉത്തരവാദി എന്ന് നാട്ടുകാരോട് മൊത്തം പറയുമല്ലോ, അല്ലേ മക്കളെ? ഇവിടെ വാ. ഏതായാലും പോലീസിൽ ഒരു പരാതി കൊടുത്ത് നിന്നെ പോലീസിൽ ഏൽപ്പിക്കേണ്ടതാ. അയ്യോ, അത് MDയുടെ ഡ്യൂട്ടി. പൊന്നു മക്കള് പോലീസിനോട് കാര്യമൊക്കെ പറഞ്ഞ് നല്ലവനായിട്ട് പുറത്തു വാ. ഈ തരികടയൊക്കെ നിർത്തിയേച്ച് വാടാ. മറിയ ചേട്ടത്തിയുടെ കമ്പനിയിൽ ഒരു ജോലി തരാം. ഇപ്പൊ ഈ പറഞ്ഞത് മറിയ ചേട്ടത്തി. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ. നാട്ടുകാരെ, നിങ്ങൾ ഇവന്മാരെ രണ്ടെണ്ണത്തിനെ ഒന്ന് കൈകാര്യം ചെയ്ത് പോലീസ് സ്റ്റേഷനിലോട്ട് അങ്ങേടും. ചായ എടുക്കോ ചേ. സത്യം പറഞ്ഞ രമ്യേ, ഇന്നലെ ആ വീട്ടിലെല്ലാവരും സമാധാനത്തോടുകൂടി ഉറങ്ങിയത്. എന്നാലും ആ മറിയ ചേട്ടത്തി ഒരു ധൈര്യം, ഒരു കെൽപ്പ്. അല്ല, എന്റെ പ്രശ്നത്തിൽ മറിയ ചേട്ടത്തിയെ ഒന്ന് ഇടപെടുത്തേണ്ടി വരുമെന്നാ തോന്നുന്നേ. അതേത് പ്രശ്നം? ആ രമേശിന്റെയും പത്മകുമാറിന്റെയും പ്രശ്നം. അല്ല, രമേശിനെ ഞാൻ കാര്യമായിട്ടൊന്ന് കൈകാര്യം ചെയ്യുന്നുണ്ട്.
സത്യം പറഞ്ഞ എന്റെ പ്രശ്നം വീണ്ടും തുടങ്ങി രമ്യേ. എന്താ ചേച്ചി? ഹോ, നാത്തൂന്റെ ഓഫീസിൽ പ്രശ്നം വന്നപ്പോ അല്പം അടങ്ങിയിരുന്ന സുഗുണേട്ടന്റെ കവിതാ ഭ്രാന്തേ വീണ്ടും തുടങ്ങി. ഈശ്വര, ആർക്കും മനസ്സമാനത്തോടുകൂടി വഴി കൂടെ നടക്കാൻ പറ്റണില്ല. കവിത വായിച്ചു കേൾപ്പിക്കാനേ ഇന്നാള് വേണമെന്നില്ല, ഏത് പ്രായക്കാരായാലും മതി. സമയായി, നമുക്ക് പോവാം. വാ. കവിതയുടെ കൂമ്പടയുകയാണോ മലയാളത്തിൽ? ഇത്ര നല്ല കവിത എഴുതിയിട്ട് ഒരു മനുഷ്യനെ കാണുന്നില്ലല്ലോ പാടി കേൾപ്പിക്കാൻ. പക്ഷികളെ വല്ലതും കണ്ടെങ്കിൽ പാടി കേൾപ്പിക്കാം. മനു മക്കളെ എന്താ സ്കൂളിൽ നിന്ന് വരികയായിരിക്കും അല്ലേ? കണ്ടിട്ട് മനസ്സിലായില്ലേ? അതിനിടയ്ക്ക് അങ്ങ് ഗൗരവം വന്നു കൂട്ടാ. സ്കൂളിൽ സാറന്മാര് മക്കളെ എന്തൊക്കെ പഠിപ്പിച്ചു? അതൊക്കെ അങ്കിൾ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോവാ? കുസൃതിക്കാരൻ. മക്കൾക്ക് പാട്ട് കേൾക്കണോ? കവിത? എനിക്കൊന്നും കേൾക്കണ്ട. അയ്യോ, അങ്ങനെ പറയരുത്. കവി എന്ന് പറയുന്നത് വലിയ ആളാ, വലിയ ആള്. ഈ കവിഹൃദയം എന്നൊക്കെ കേട്ടിട്ടില്ലേ? വലിയ ഹൃദയമാണത്. വേണ്ട, മാമ ഒരു കവിയാണ്. മാമ ഒരുപാട് പാട്ടൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പതാ മോനെ കുറിച്ചൊരു പാട്ട്. മഹേഷിന്റെ അച്ഛൻ വിശ്വനാഥൻ സാർ, മഹേഷിന്റെ അമ്മ സതി ചേച്ചിയും അയൽവക്കത്തെ ലീലാവതി ചേച്ചിയും തമ്മിൽ ഉടക്കുടക്കുടക്ക്. എന്റെ അമ്മയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. അയ്യോ മക്കളെ, ഇത് കവിതയാണ്, കല്ലെടുക്കല്ലേ. മക്കൾ അമ്മാവനെ പേടിയാക്കാൻ വേണ്ടി ചെയ്തല്ലേ? എന്റെ അമ്മയെ കുറിച്ച് പാട്ട് എഴുതുമല്ലേ? മക്കളെ ഇല്ല, തൽക്കാലം കവിത എഴുത്ത് നിർത്തി. എറിയല്ലേ മക്കളെ? പഠിപ്പിക്കല്ലേ? കല്ലുകള മക്കളെ, കല്ലുകള. ചുമ്മാ അല്ല കവിതയുടെ കൂമ്പടഞ്ഞു പോണത്. ഈ കല്ലുകളാണ് മലയാള കവിതയുടെ ശാപം. റോഡ് കിടക്കുന്ന കല്ലുകൾ മുഴുവൻ മാറ്റണം. പുറകെ തന്നെ ഉണ്ടാ.